ഞെട്ടിക്കുന്നതാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ CJ റോയി ജീവനൊടുക്കിയെന്ന വല്ലാത്ത വാർത്ത. ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, സിനിമ, വിനോദമടക്കം ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച രാജ്യത്തെമ്പാടും പിന്നെ ദുബായിലടക്കം അതിശക്തമായ മലയാളി സാന്നിധ്യമായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ്. സക്സസ്ഫുൾ ഗ്രൂപ്പാണ്. ഏതെങ്കിലും തരത്തിൽ ആ ഗ്രൂപ്പിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വാർത്ത ഇതേവരെ കേട്ടിട്ടില്ല. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെയാണ് ആത്മഹത്യ എന്ന് കേൾക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ആദായ നികുതി വകുപ്പ് റെയ്ഡിലേക്ക് എത്തിയത് എന്ന കാര്യം നമുക്കറിയില്ല. അതിനിടയിൽ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി, ഒരു സ്റ്റേ നീങ്ങൽ എന്നതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്. അത് കൂടുതൽ വ്യക്തത എന്ന് വന്നാലേ മതിയാവുകയുള്ളൂ. മാത്രമല്ല CJ റോയിയുടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ചില പ്രതികരണങ്ങൾ കൂടി ഈ സമയത്ത് വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നോക്കുകയാണ് എന്താണ് കാര്യങ്ങൾ, അതിന് വ്യക്തത വരുമോ, അത് സമ്മർദ്ദമെടുത്ത ജീവനോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മനേഷ് മൂർത്തി ചേരുന്നു. ആദ്യം മനേഷ്, രാജ്യത്തെമ്പാടുമുള്ള വ്യവസായ ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അത്. അത്രത്തോളം ആകസ്മികമായിരുന്നു അത്. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഉള്ളപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് സ്വന്തം നെഞ്ചിലേക്ക് വെടിയുതിർത്തത് എന്നൊക്കെ കേൾക്കുന്നു. അത് കഴിഞ്ഞും അവിടെ റെയ്ഡ് തുടർന്നു എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന കൂടുതൽ വ്യക്തത, മനേഷ്? കാശ്മീർ ഉദ്യോഗസ്ഥർ, IT ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിനകത്ത് പരിശോധന നടത്തുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ദാരുണമായ തീരുമാനത്തിലേക്ക് CJ റോയി എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് CJ റോയി ഓഫീസിലേക്ക് എത്തുന്നത്. അത് IT ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയതാണോ എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. ആ കാര്യത്തിൽ നമുക്ക് ഒരു വിശദീകരണം എന്തായാലും വരേണ്ടതുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് എത്തുന്നത്. രാവിലെ മുതൽ തന്നെ അവിടെ പരിശോധന ആരംഭിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഹെഡ്ക്വാർട്ടറാണ്, റിച്ച്മോണ്ട് സർക്കിളിലുള്ള ഹെഡ്ക്വാർട്ടറാണ് ബംഗളൂരുവിലെ. അവിടെ പരിശോധന നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവനക്കാരൊക്കെ ഇക്കാര്യം പറയുന്നുമുണ്ട്. അപ്പോൾ ഏത് തരത്തിലേക്കാണ് വലിയ സമ്മർദ്ദത്തിലേക്ക് CJ റോയി പോയത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ ഒന്നും തന്നെ നിലവിലില്ല എന്നുള്ളതാണ് അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു IT റെയ്ഡിൻ്റെ പേരിൽ ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഒരു മാനസിക പ്രയാസത്തിലേക്ക് CJ റോയി എത്തുന്നു എന്നുള്ളത് ഒരിക്കലും ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ വളരെ വേഗത്തിൽ അത്തരത്തിലേക്ക് ഒരു തീരുമാനമെടുക്കാൻ ഉള്ളൊരു സാധ്യതയില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് അത്ര മനേഷ്, ഒരു വലിയ ബിസിനസ് ടൈക്കൂണാണ്. സൗത്ത് ഇന്ത്യയിലെമ്പാടും രാജ്യത്തെമ്പാടും ദുബായിലടക്കം വലിയ ശൃംഖലകളുള്ള പല മേഖലകളിൽ നിക്ഷേപിച്ചിട്ടുള്ള, ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുള്ള, ഒരുപാട് കോടികൾ നികുതി ഇനത്തിൽ സർക്കാരുകൾക്കും കൊടുക്കുന്ന ഒരു വലിയ വ്യവസായിയാണ്. അപ്പോൾ ഈ പറയുന്ന IT പരിശോധനയൊന്നും റോയിക്ക് പുതുമയുള്ള കാര്യമാവണമെന്നില്ല. മാത്രമല്ല ഈ ഇടയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവിടെ വന്ന് റെയ്ഡ് നടത്തുന്നത് അധികാരപരിധിക്ക് പുറത്താണ്, അത് തടയണം എന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിലേക്ക് പോവുകയും സ്റ്റേ അനുവദിക്കുകയും ഒക്കെ ചെയ്ത വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ ഒരു അറ്റകൈ അല്ലെങ്കിൽ അങ്ങനെ കടുങ്കൈ ചെയ്യാനും മാത്രമുള്ള എന്തുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ IT ഉദ്യോഗസ്ഥർ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ അവിടെ തന്നെ ഉണ്ടോ, മനേഷ്? ഹാഷ്മി, IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നുണ്ട് അല്പസമയത്തിനകം. അതും ഇതുവരെ എന്തായാലും വന്നിട്ടില്ല. കാരണം പ്രാഥമിക പരിശോധനകൾ അവിടെ നടത്തുകയാണ് പോലീസ്. മൃതദേഹം ഇപ്പോൾ ഉള്ളത് അവിടെയുള്ള നാരായണ ആശുപത്രിയിലാണ്. അവിടേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഈ വെടിയേറ്റ് കിടന്ന CJ റോയിയെ കൊണ്ടുപോയത് അവിടേക്കാണ്. എന്തായാലും ഈ ITയുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു വിശദീകരണം ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അവിടെ പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെയും അത്ര വലിയ ഒരു ബിസിനസ് ടൈക്കൂണാണ്. നിരവധി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ IT റിട്ടേൺസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിരവധി കൈകാര്യം ചെയ്തിട്ടുള്ളയാളാണ്. ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലടക്കം ഒരു കേസ് നൽകുകയും അതിൽ സ്റ്റേ വാങ്ങുകയും ഒക്കെ ചെയ്ത് അപ്പോൾ ആ രീതിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഇതിനെ എങ്ങനെ നേരിടണമെന്നൊക്കെ നല്ല ധാരണയുള്ള ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് CJ റോയി എന്ന് പറയുന്നത്. അത്ര ധൈര്യമുള്ളയാളാണ്. പക്ഷേ അദ്ദേഹത്തെ ഈ രീതിയിലേക്ക് മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെടുന്ന രീതിയിലേക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് തന്നെയാണ് എല്ലാവരും നോക്കുന്ന ഒരു ചോദ്യമെന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്. അതിനൊരു പക്ഷേ IT എന്താണ് അവിടെ ചെയ്തത്, IT ഏത് തരത്തിലേക്കുള്ള നടപടികളിലേക്കാണ് അവിടെ പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, രാവിലെ മുതൽ അവിടെ ഇന്നിപ്പോൾ റെയ്ഡ് നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് CJ റോയി ഓഫീസിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് വളരെ വേഗത്തിൽ ഈ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് തലയ്ക്ക് വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സമയത്തും അവിടെ IT ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, പരിശോധന തുടരുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ജീവനക്കാരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ അവിടെ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയും
ചെയ്യുകയും ചെയ്തിരുന്നു. ഈ തോക്ക് റിവോൾവർ അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് ഈ വലിയ സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട ഒരു കാര്യം. ഒരു പക്ഷേ അദ്ദേഹവുമായി അടുത്ത ആളുകളൊക്കെ പറയുന്നത് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു നടപടികളിലേക്ക് ഒരു പക്ഷേ IT കടക്കാനുള്ളൊരു സാധ്യത, അത്തരത്തിലുള്ള സൂചന അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകണം എന്നുള്ളതാണ്. ആ ഒരു മാനക്കേട് എന്തായാലും ഇല്ലാതിരിക്കുക എന്നതായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ ഈ ഒരു ക്രൂരമായ അല്ലെങ്കിൽ ഒരു ദാരുണമായ തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം നേരത്തെ ഇത് സമാനമായ രീതിയിലുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പല വ്യവഹാരങ്ങളിലേക്കും ഒക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കെ അതിനൊന്നും പോകാതെ ഈ തരത്തിലൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്തുകൊണ്ട് എന്നുള്ളത് എന്തായാലും കണ്ടെത്തേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ എന്തായാലും അന്വേഷണം പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രാഥമികമായി പോലീസ് അവിടെ വിവരശേഖരണം നടത്തുന്നുണ്ട്. ബന്ധുക്കളിൽ നിന്ന് ജീവനക്കാരിൽ നിന്നൊക്കെ മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എന്തായാലും പോലീസ് കടക്കുന്നുണ്ട്. മാത്രമല്ല IT-യിൽ നിന്ന് എന്താണ് വരുന്നത്, IT-യുടെ ഒരു റിയാക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്ന് കൃത്യമായി തന്നെ അറിയേണ്ടതുണ്ട്. കാരണം എന്ത് നടപടിയാണ് അവിടെ നടന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധന, ഇത്ര ദിവസങ്ങൾ നീണ്ട പരിശോധന എന്തായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ചില ഫയലുകളും അത്തരത്തിലുള്ള ചില ഇടപാടുകളുമാണ് അവിടെ പരിശോധനയിൽ ഉണ്ടായിരുന്നത്, ഉൾപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവനക്കാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ ആ രീതിയിലാണ്. എന്തായാലും അത്തരത്തിലൊരു പരിശോധനയുടെ പുറത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സീരീസ് ആയി ദിവസങ്ങളായി നടക്കുന്ന ഒരു പരിശോധന, ആ പരിശോധന പുറത്ത് വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് CJ റോയ് പോകുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആരും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം കഴിഞ്ഞ ഓരോ ഇടങ്ങളിലും ഓരോ ഇന്റർവ്യൂവിലും ഒക്കെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഓരോ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ മാതൃകയാക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. അതായത് ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്രയും സമൂഹ മാധ്യമങ്ങളൊക്കെ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അത്ര കൃത്യമായ ഒരു തീരുമാനത്തോടു കൂടി വളരെ ഉറച്ച വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകുന്ന ആളാണ്. സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. നിരവധി ഇടങ്ങളിൽ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് അകത്തും പുറത്തുമൊക്കെ നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സംവിധാനങ്ങളുള്ള സ്ഥാപനങ്ങളുള്ള ആളാണ്. അവിടങ്ങളിലൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള IT റിട്ടേൺസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ വളരെ കൃത്യമായി നടത്തുന്ന ഒരാളുമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ പരിശോധന നടക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് പോലെ ഈ ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചന അദ്ദേഹത്തിന് ലഭിച്ചിരുന്നോ എന്നുള്ള കാര്യം നമുക്കറിയണം. കാരണം ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലേക്ക് വന്ന് വീണ്ടും ഈ പരിശോധന അവിടെ തുടരുന്നു. വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ളൊരു ദാരുണമായ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും IT-യുടെയും പോലീസിന്റെയും ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ ഒരു വ്യക്തത, ഈ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ IT റെയ്ഡ് നടക്കുമ്പോൾ അല്ലെങ്കിൽ IT ജീവനക്കാർ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ദാരുണമായ തീരുമാനത്തിലേക്ക് CJ റോയ് എത്തിയത് എന്നാണ് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു ആത്മഹത്യാ വാർത്തയാണ് എന്ന് നിസ്സംശയം പറയാം. കോൺഫിഡന്റ് റോയ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും വ്യവസായ മേഖലകളിൽ വളരെ സജീവമായി കേൾക്കുന്ന പേരാണ്. സാധാരണക്കാരുമായി ഇടപെട്ടിരുന്ന മനുഷ്യനാണ്. പ്രളയശേഷമൊക്കെ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കലും അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി ഇടപെട്ടിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെതായ ഈ ഓട്ടോമൊബൈൽ പാഷൻ ഒക്കെ പ്രശസ്തമാണ്. നേരത്തെ അദ്ദേഹത്തിന് ആദ്യ മാരുതി കാർ വീണ്ടെടുക്കലും ആ വീണ്ടെടുക്കാൻ സഹായിച്ച ആൾക്കാർക്കുള്ള ധനസഹായം 10 ലക്ഷം രൂപ കൊടുക്കലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാർത്തയായി വന്നതാണ്. ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊടുക്കുന്ന മനുഷ്യനാണ്, വീട് വെച്ച് കൊടുത്ത മനുഷ്യനാണ്. അങ്ങനെ സാധാരണക്കാരുടെ വേദനകളെയൊക്കെ വളരെ അടുത്തറിയാവുന്ന, അതിന് അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കേവലം ഒരു കച്ചവടക്കാരൻ എന്നതിലപ്പുറം ഒരു ചാരിറ്റി മുഖമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് CJ റോയ്. അപ്പോൾ എന്താണ് ആത്മഹത്യക്കുള്ള കൃത്യമായ കാരണം? അത്രത്തോളം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് വീഴാനും മാത്രം എന്താണ് കാരണം എന്ന കാര്യമൊക്കെ ഇനി വിശദമായി വരേണ്ടതാണ്. സൗത്ത് ഇന്ത്യയിലടക്കം വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള, ഉറപ്പായും അതൊരു മലയാളി എന്നുള്ളത് കൂടിയുണ്ട്. നമുക്ക് കേരളത്തിൽ നിന്ന് CJ റോയ് ബാംഗ്ലൂരിൽ ജീവനൊടുക്കിയെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയ്ക്കുള്ള ഒരു കാരണം അദ്ദേഹം ഒരു മലയാളിയാണ്. മലയാളത്തിൻ്റെ വേരുകളിൽ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും വളരെ അതിശക്തമായ അടിത്തറയിൽ ബിസിനസ് സംരംഭങ്ങൾ നടത്തി വിജയിപ്പിച്ച ഒരാൾ, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന വിജയിപ്പിച്ച ഒരാൾ എന്ന നിലയ്ക്ക് കൂടിയാണ് ഒരു മലയാളിയുടെ കഠിനാധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ അധ്വാനഫലം കൂടിയാണ് അത്. CJ റോയ് ബിസിനസ് മേഖലയിൽ പരിചിത മുഖമാണ്. സാധാരണക്കാരെ ഇടപെടുന്ന ആളാണ്. നേരത്തെ പറയുന്നത് പോലെ സ്കോളർഷിപ്പ് അടക്കം ധാരാളം പേർ കൊടുക്കുന്ന ആളുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അറ്റകയിലേക്ക്, ഒരു കടുങ്കയിലേക്ക് CJ റോയ് പോകാനുള്ള കാരണം എന്ന കാര്യമൊക്കെ നമുക്കറിയില്ല. രാഹുൽ ഈശ്വർ ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, നമ്മൾ ഇരിക്കാൻ തീരുമാനിച്ച വിഷയം വേറൊന്നാണെങ്കിലും ഇതിലോട്ടൊന്ന് മാറുകയായിരുന്നു. കാര്യം ഇത് വലിയ ഞെട്ടിക്കുന്ന വാർത്തയാണ്. രാഹുൽ ഈശ്വർ, ഇത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും ഒരു വലിയ ബിസിനസ് മാഗ്നറ്റിൻ്റെ, ഒരുപാട് പേർക്ക് സഹായമായിരുന്ന, ഒരുപാട് പേർക്ക് കൈത്താങ്ങായിരുന്ന ഒരാളുടെ
ആത്മഹത്യ എന്ന് പറഞ്ഞ വലിയ ഞെട്ടലാണ് അത് ഉണ്ടാക്കുന്നത് രാഹുൽ? ശ്രീ ഹാഷ്മി, ആദ്യം തന്നെ ഈ വിഷയം എടുത്തത് വളരെ പ്രസക്തമാണ്. നമ്മളടക്കമുള്ള സമൂഹം, പൊതുസമൂഹം സംവാദത്തിനപ്പുറം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിലൊന്നാണ്. എമിലി ഡുർഖെയിം എന്ന പ്രസിദ്ധനായ ചിന്തകൻ ആത്മഹത്യയെക്കുറിച്ച് പറയുന്നത് അതൊരു വ്യക്തിയുടെ ആക്ട് മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ പരാജയം കൂടിയാണെന്നുള്ളതാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ ആത്മഹത്യയുടെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ ശ്രീ CJ റോയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിക്കണം. ലഭ്യമായ വിവരങ്ങൾ വെച്ച് ED റെയ്ഡ്, IT റെയ്ഡ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള വലിയ ബിസിനസ് ടൈക്കൂൺ, ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നത് $1 ബില്യൺ അടക്കം, അതായത് 8,000-9,000 കോടി രൂപയ്ക്കടക്കം അടുത്ത് ആസ്തിയുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നാണ്. ആ രംഗത്തുള്ള ഒരു വ്യക്തിയെ പോലും ഭീതിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ അനീതികൾ നടക്കുന്നുണ്ടെങ്കിൽ, അത് IT ഡിപ്പാർട്ട്മെൻറ്റിനെയോ EDയോ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, നടക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ തടയാൻ കൂടെ വേണ്ടി കഴിയണം. നമ്മുടെ ഏജൻസികളെ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ എല്ലാ വിനയത്തോടെയും സൂചിപ്പിക്കുന്ന കാര്യം, കൺവിക്ഷൻ റേറ്റൊക്കെ വളരെ കുറവാണ്. ചിലപ്പോഴെങ്കിലും ഈ ധനികരായ ബിസിനസ്സുകാരും ജീവിതത്തിൽ വിജയിച്ചവരെയും ടാർഗറ്റ് ചെയ്യാനായി വ്യത്യസ്ത ഗവൺമെൻറ്റുകളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും, ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, ടാർഗറ്റ് ആൻഡ് ടാർണിഷ് ആൻഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന രീതിയിൽ ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ED അടക്കം IT ഡിപ്പാർട്ട്മെൻ്റ് അടക്കം ചിലപ്പോഴെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ ടൂളുകളായി മാറുകയാണെന്നുള്ള വിമർശനം കോടതികളടക്കം പലതവണയും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിലും കൂടി ഒരു പുനർചിന്തനം ആവശ്യമാണ്. കാര്യം ഇത്രയും വലിയൊരു മനുഷ്യന് പോലും, നമ്മളൊക്കെ സാധാരണക്കാരും മിഡിൽ ക്ലാസ്സുകാരും EMI അടയ്ക്കുന്നവരും ശമ്പളം മേടിച്ച് ജീവിക്കുന്നവരുമാണ്, ഇത്രയും വലിയൊരു മനുഷ്യന് പോലും അങ്ങനെ സാമ്പത്തികമായി ഒരു ഭീതി ഉണ്ടാക്കാൻ EDക്കോ IT ഡിപ്പാർട്ട്മെൻറ്റോ കഴിഞ്ഞെങ്കിൽ ഒരു പുനർചിന്തനത്തിൻ്റെ ഭാഗമായും കൂടെ വേണം. അതോടൊപ്പം ഒരു ലാർജർ ക്വസ്റ്റ്യൻ, ശ്രീ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചത് പ്രധാനമാണ്. അദ്ദേഹം ഹാർഡ് വർക്ക് കൊണ്ട് വളർന്നു വന്നതാണ്. ബാംഗ്ലൂരിലടക്കം നമ്മൾ മലയാളികൾക്ക് വലിയൊരു അഭിമാനമാണ്. ഒരുപാട് സിനിമകൾ, എല്ലാവരും അറിയുന്ന ലാലേട്ടൻ്റെ അടക്കമുള്ള സിനിമകളും പ്രധാനപ്പെട്ട ഷോകളും ഒക്കെ അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ വെൽത്ത് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ സമ്പത്ത് സൃഷ്ടിക്കുന്നവരോട് നമ്മൾ കഴിഞ്ഞ 50-60 വർഷങ്ങളായ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എടുത്തിരുന്നത്. അങ്ങനെയല്ല, സമ്പത്ത് സൃഷ്ടിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ വേണം. അങ്ങനെ സമ്പത്ത് സൃഷ്ടിക്കുന്നവരുണ്ടെങ്കിലേ വിതരണവും ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവും വേണം. അതുകൊണ്ട് ശ്രീ CJ റോയുടെ എന്താണ് ഡീറ്റെയിൽസ് നമുക്കറിയില്ല. പക്ഷേ ഒരു വ്യക്തി, ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചൂടെ, ഒരു വ്യക്തി സ്വന്തമായി തോക്കെടുത്ത് സ്വന്തം തലയിലേക്ക് അങ്ങനെ നിറയൊഴിക്കാൻ എന്തുമാത്രം ഹതാശനായും നിരാശനായും പ്രത്യാശ നഷ്ടപ്പെട്ടൊരു മനുഷ്യനായി മാറുകയും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യൂ. അപ്പോൾ അദ്ദേഹത്തെ പോലൊരു വ്യക്തിക്ക് പോലും ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹികമായ യാഥാർത്ഥ്യം, കുറേ സോഷ്യൽ റിയാലിറ്റീസ് ഉണ്ട്. ആ റിയാലിറ്റീസിലേക്കും കൂടി നമ്മൾ എന്തോ മതിയായ കാരണമുണ്ട്. മതിയായ കാരണമില്ലാതെ CJ റോയിയെ പോലെ എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് അങ്ങ് ജനിച്ചു വീണ ഒരാളല്ല. കഠിനാധ്വാനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, ഓരോ വിയർപ്പുകളുടെ അധ്വാനത്തിൻ്റെ ശ്രമഫലമായൊക്കെ അങ്ങനെ പതിയെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ പല മേഖലകളിലായി അങ്ങനെ വികസിപ്പിച്ചു കൊണ്ടുവന്ന ഒരു മലയാളിയാണ്, ഒരു മലയാളി വ്യവസായിയാണ്. അപ്പോൾ ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെയും ഒരുപാട് പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ആദായ നികുതി വകുപ്പ് റെയ്ഡ് എന്ന് പറയുമ്പോഴേക്കും തോക്കെടുത്ത് സ്വയം വെടിവെച്ചും മരിക്കുക എന്നൊരു തോന്നലേക്ക് എന്തായാലും പോവില്ല. ഉറപ്പായി മതിയായ കാരണമുണ്ട്. നമുക്കെന്താണ് ആ കാരണം എന്നൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളൊക്കെ വ്യക്തമാകേണ്ടതാണ്. അതിൽ ഉറപ്പായും അവിടെ റെയ്ഡിൽ പോയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു വെർഷൻ അതിൽ പ്രധാനമാണ്. അതിനിടയിൽ കർണാടക ഹൈക്കോടതിയിലേക്ക് CJ റോയി ഒരു പെറ്റീഷനുമായി പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ, ദ സെർച്ച് ആൻഡ് സീഷർ ഡേറ്റഡ് 3/12/2025 ടു ബി ഇല്ലീഗൽ, ആർബിട്രറി ആൻഡ് വിത്തൗട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 3/12/2025 നടന്ന സെർച്ച് ആൻഡ് സീഷർ പരിശോധനയും പിടിച്ചെടുക്കലും അത് ആർബിട്രറി, അത് നിയമവിരുദ്ധമാണ്, ജൂറിസ്ഡിക്ഷൻ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരാവശ്യം. A declaration that all actions by the authority, including seizure and statements taken during the search, were without lawful authority എന്ന് പറഞ്ഞാൽ നിയമപ്രകാരമല്ലാതെ ഈ പറയുന്ന അതോറിറ്റി, ഈ പറയുന്ന പരിശോധക സംവിധാനങ്ങൾ ചെയ്ത സീഷറും സ്റ്റേറ്റ്മെൻ്റ് എടുക്കലും ഒക്കെ അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നൊക്കെയായിരുന്നു ആ ഹർജിയിലെ, ആ റിട്ട് പെറ്റീഷനിലെ ആവശ്യം. അതിന് കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇനിയാണ് എന്തായാലും വരേണ്ടത്. ആ പെറ്റീഷനിൽ ഒരു സ്റ്റേ കിട്ടുകയും ആ സ്റ്റേ പിന്നീട് നീങ്ങുകയും ചെയ്തു എന്ന് പറയുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോയതാണെന്ന് പറയുന്നു. അതല്ല, കൊച്ചിയിൽ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഉദ്യോഗസ്ഥർ ഇവിടുന്ന് പോയ ഒരു വിവരം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുമില്ല. മനേഷ് മൂർത്തി തുടരുന്നുണ്ട്. മനേഷ്, എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തെങ്കിലും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടോ? CJ റോയിയുടെ കുടുംബം എവിടെയാണ്? ബാംഗ്ലൂർ തന്നെയാണോ? ആ കുടുംബത്തിന് എന്തെങ്കിലും പ്രതികരണം ലഭ്യമാണോ മനേഷ്? ഹാഷ്മി, കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ, മാനസികാവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. വളരെ വേഗത്തിലുണ്ടായ ഒരു
ഒരു അത്തരത്തിലുള്ള ദാരുണമായ അപകടമാണ്. എന്തായാലും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണമൊന്നും നിലവിൽ വന്നിട്ടില്ല. സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവരൊക്കെ പറയുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുണ്ടായ ഒരു കാരണം എന്താണ് എന്നറിയില്ല എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു പരിശോധന കൂടി അവിടെ ഓഫീസിൽ നടന്നിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇഡിയുടെ റെയ്ഡും അതിനെ തുടർന്ന് ഐടിയുടെ റെയ്ഡുമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നതാണ്. മാത്രമല്ല ഇഡിയുടെ പരിശോധനയ്ക്ക് ശേഷം CJ റോയിയെ ചോദ്യം ചെയ്യാനുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഇഡി എത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി അത്തരത്തിലുള്ള ചില സൂചനകൾ കൂടി ഇപ്പോൾ എന്തായാലും ബംഗളൂരുവിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ 2 ഏജൻസികളുടെ പരിശോധന ഒരേ ദിവസം നടക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാനസിക പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വിശദീകരണങ്ങൾ വരേണ്ടത് ഇഡിയുടെയും ഐടിയുടെയും പോലീസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? എന്തായാലും പോലീസ് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ആത്മഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. ബന്ധുക്കളിൽ നിന്നും അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ഒക്കെ മൊഴിയെടുക്കുന്നുണ്ട്. അതാണ് അറിയാൻ കഴിയുന്നത്. 1 മണിക്കൂർ അദ്ദേഹത്തെ ഓഫീസിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി 1 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിന് ശേഷം കുറച്ച് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ആ രേഖകൾ ഹാജരാക്കി. പിന്നെയും അദ്ദേഹം പോയി പിന്നെയും കുറച്ച് രേഖകൾ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. ഓഫീസ് മുറിയിലേക്ക് പോയ അദ്ദേഹം പിന്നെ മടങ്ങിയെത്തിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ആർ ശ്രീകണ്ഠൻ നായർ, ബൈജു കൊട്ടരക്കര, രാഹുൽ ഈശ്വർ എന്നിവർ ചേരുന്നു. ഞാൻ SK പോകുന്നു. SK, ഈ ആത്മഹത്യ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്, അങ്ങേയറ്റം ഷോക്കിംഗ് ആണ്. അതിനുശേഷം വരുന്ന പ്രതികരണങ്ങളൊക്കെ ഈ CJ റോയിയുടെ ഒരു വലിയ മാനുഷികമായ പ്രവർത്തനങ്ങൾ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഓരോരുത്തരായി പറയുകയാണ്. SK അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ്. എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? എങ്ങനെയുള്ള ഒരാളായിരുന്നു CJ റോയി? ആഷ്മി, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനിപ്പോൾ നമ്മുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ തമ്മിലിൻ്റെ ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ചെവിയിൽ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെ CJ റോയി വെടിവെച്ച് മരിച്ചു എന്ന രീതിയിൽ പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാനായില്ല. പക്ഷേ അതൊരു ലൈവായിട്ട് റെക്കോർഡിംഗ് പോയതുകൊണ്ട് എനിക്ക് തിരിച്ചു ചോദിക്കാനും പറ്റുമായിരുന്നില്ല. എന്നാലും ഞാൻ പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഒരു 10-30 മിനിറ്റോളം ഈ ഡോക്ടർ CJ റോയി എന്തിനത് ചെയ്യണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാരണം എന്താണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ITയുടെ ഒരു റെയ്ഡ് അവിടെ നടന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴറിയുന്നു. ഇഡിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല, ഇഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല. പക്ഷേ CJ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തി അപാരമായ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പലപ്പോഴും നമ്മൾ പരിചയപ്പെടുമ്പോഴൊക്കെ തന്നെ നമുക്ക് ചില പ്രതിസന്ധികളുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ധൈര്യമായിട്ട് നേരിടണം എന്ന് ഉപദേശിക്കുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു CJ റോയി. അദ്ദേഹത്തിന് ഞാൻ ഈ അടുത്ത സമയത്ത് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ കെട്ടിടം നമ്മുടെ എറണാകുളം സിറ്റിക്ക് നടുവിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പോയി കുറേ നേരം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചില തമാശകളൊക്കെ പൊഴിച്ചു. അദ്ദേഹം എന്നെ മാഷ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്, ഞാനും അദ്ദേഹത്തിനെ മാഷ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷേ മാഷ് എന്ന് വിളിച്ചൊരു സൗഹൃദമാണ് തുടങ്ങിയത്. ഈ സൗഹൃദത്തിൻ്റെ പേര് നമ്മൾ അന്വേഷിച്ച് പോയാൽ 2005 ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് വിജയിക്കുന്ന ആൾ ഐഡിയ സ്റ്റാർ സിംഗറായി തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥിക്ക് 40 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് നൽകാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്ത് അന്ന് നമ്മളെയൊക്കെ ഞെട്ടിച്ചു. നമ്മൾ ശരിക്കും കൊടുക്കാനാണോ എന്ന് വരെ ഞാൻ അദ്ദേഹത്തോട് തമാശയ്ക്ക് ചോദിച്ചിരുന്നു. കാരണം അന്ന് 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് ഒരു പാട്ട് പാടുന്ന കുട്ടിക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകഴിയുള്ള സംഭവമായിരുന്നു. ഇന്നിപ്പോൾ 1 കോടിയൊക്കെ കിട്ടുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടിയുടെ റെക്കോർഡിങ്ങും അതുപോലെ എൻ്റെ ഫിനാലെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് തവണ ഞാൻ അദ്ദേഹവുമായി സംവദിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ദുബായിലെ വസതിയിൽ പോയി അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു തമാശ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ഇരിക്കുമ്പോൾ തന്നെയാണ് സംഭവിച്ചത്. ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ അപ്രതീക്ഷിതമായ എന്തോ കാരണം കൊണ്ട് എനിക്ക് വരികയായിരുന്നു. വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെന്തോ സാമ്പത്തികമായിട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയെന്നൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ഒരു പകുതി തമാശയ്ക്ക് ചോദിച്ചാണെങ്കിലും അദ്ദേഹത്തിൽ അത് ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഒന്നും പറയാതെ എന്നോട് പറഞ്ഞു, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. പക്ഷേ ആവശ്യമില്ലാത്ത പരിപാടിയായി പോയല്ലോ എന്നെനിക്ക് സ്വയം ഒരു കുറ്റബോധം തോന്നി. എങ്കിലും ഞാൻ അദ്ദേഹത്തെ പിന്നീട് വിളിച്ചില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫോൺ വീണ്ടും വന്നു. നാളെ ഞാൻ എൻ്റെ ചെറിയൊരു വിമാനവുമായിട്ട് ഞാൻ കൊച്ചിയിൽ വരെ വരേണ്ട ഒരു ആവശ്യമുണ്ട്, അപ്പം ഞാൻ തിരുവനന്തപുരത്ത് വരെ വന്നാൽ അങ്ങ് എൻ്റെ കൂടെ ബാംഗ്ലൂരിന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു നിർബന്ധമുണ്ട്, എന്നെ പൈലറ്റിൻ്റെ അടുത്തിരിക്കണം, എനിക്ക് വിമാനത്തിൻ്റെ മുന്നിലിരുന്ന് വിമാനം എങ്ങനെ ഓടിച്ചു പോകുന്നു എന്നുള്ളത് ഒന്ന് പേഴ്സണലി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അത് പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, അതൊക്കെ പറ്റും മാഷേ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ റെഡി, എത്ര മണിക്ക് റെഡി ആവണമെന്ന് ചോദിച്ചപ്പോൾ ഒരു 11 മണിക്ക് റെഡിയായി നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു 10:30 മണിയായി, പിറ്റേന്ന് രാവിലെ അന്നൊരു ശനിയാഴ്ച ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ.
അദ്ദേഹം രാവിലെ എനിക്ക് ഫോൺ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അത്യാവശ്യം കൊണ്ട് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ വിമാനം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ താങ്കളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കോ? അല്ല, വിമാനത്തിൽ പൈലറ്റും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങ് വരൂ, ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞു. എനിക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ എയർപോർട്ട് മാനേജറിന് ലെറ്റർ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഞാൻ മാനേജർ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തോ ചാർട്ടർ ഫ്ലൈറ്റിലൊക്കെ പോകുന്നു, ചാർട്ടർ ഫ്ലൈറ്റിൽ പോകാൻ എന്തെങ്കിലും അത്യാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചാർട്ടർ ഫ്ലൈറ്റിൽ പോകുന്നു ബാംഗ്ലൂർക്ക് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊരു കള്ളം പറഞ്ഞു. ഏഷ്യാനെറ്റ് ചെയർമാൻ അയച്ച ഒരു അത്യാവശ്യ കാര്യമാണ്, അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയുള്ള ഫ്ലൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിന് പകരം ഞാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കള്ളം പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പി. ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി. അത് സംഭവബഹുലമായിരുന്നു. കാരണം എന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ മുന്നിലിരുത്തി. അപ്പോൾ ബീഹാറിയായിട്ടുള്ളൊരു പൈലറ്റാണ്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ എന്നോട് പറഞ്ഞു, ഉള്ളി കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അകലെ ആകാശ ചരിവിലേക്ക് നോക്കിക്കോളൂ, വല്ല വണ്ടിയും വരുന്നതുകൊണ്ടാണ് എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കോ പൈലറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കോ പൈലറ്റല്ല, ഞാൻ മാർക്കറ്റിംഗ് മാനേജറാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പൈലറ്റായ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയസ്തംഭനം മറ്റോ ഉണ്ടായ നമ്മുടെ 3 പേരും അങ്ങ് ചത്തുപോകും, അത്രയും ഉണ്ടാവും അയാൾ എന്നോട് ഹിന്ദി പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നീടൊന്നും മിണ്ടിയില്ല. കാര്യം കോ പൈലറ്റ് ഇല്ലാതെ ഈ വിമാനം പറന്നു ബാംഗ്ലൂരിലേക്ക്. അവിടെ നേവിയുടെ ആസ്ഥാനത്തുള്ള എയർപോർട്ടിലാണത് പറന്നിറങ്ങിയത്. അവിടെ പറഞ്ഞതുപോലെ തന്നെ ചിരിച്ച് സുസ്മേരവതനായിട്ട് CJ റോയ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ഒരുവിധം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ വലിയ റിസപ്ഷൻ. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ കർണാടക പോലീസിന്റെ പ്രതികരണം വരുന്നതുമായി ബന്ധപ്പെട്ട നിർണായക പ്രതികരണമാണ്. ആ പ്രതികരണത്തിലേക്ക് എന്താണ് ഉണ്ടായത് എന്ന് അറിയൽ ഏറ്റവും പ്രധാനമാണ്. ഇപ്പോഴും നമുക്ക് ഏതെങ്കിലും തരത്തിൽ വ്യക്തതകളില്ല. കർണാടക പോലീസിന്റെ പ്രതികരണത്തിൽ നിന്നൊരു വ്യക്തത ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ റെയ്ഡ് നടക്കായിരുന്നു. As of the initial reports, the soccer team, the ballistic team, all have come here. We are inquiring into it. We are taking up a case. The body was the injured person was immediately shifted to a nearby hospital where he was declared dead, brought dead. As of now, the reports say that since last 2 to 3 days, the income tax team were having a search and search of this premises, but we are not aware of all the details. The team had come from Kerala, and the incident which has taken place is we are yet to investigate, start the investigation, because the complaint is being drafted, and the police is in touch with the family members who are not in India. They are coming by tonight flight. Once they come, we will come to know the further details. As of now, it is a case of shooting, self-shooting, and still the case till all the angles are inquired into it. I cannot give a detailed report on that. What is the case? It is a UDR or abatement to suicide? We'll see. As they gave a case, we'll take it. Sir, there is information that some income tax officers were there in the office when this incident took place. What are the... No, I told since last 2 days there was a raid going on. As of preliminary inquiry, we are yet to inquire with the IT officials, because initially we wanted to secure this place. Our team is inquiring with them also. But initial report says that yes, there was a raid going on, which the raid had happened earlier also, and there was some inquiries going on. But we are yet to have the details of that. So what is the procedure for IT raid? Weren't they supposed to seize the mobile phone and the weapon before questioning the suspect? No, we are not aware of the details. This incident, we are right now here about the crime which has happened. How it happened, what happened, and all those details we'll find out and let you know. Thank you. കർണാടക പോലീസിന്റെ പ്രതികരണമാണ്. അവിടെ റെയ്ഡ് ഉണ്ടായിരുന്ന കാര്യം സ്ഥിരീകരിക്കുന്നു കർണാടക പോലീസ്. ആദായ നികുതി വകുപ്പ് സംഘം എത്തിയത് കേരളത്തിൽ നിന്നാണ് എന്നും സ്ഥിരീകരിക്കുന്നു. നേരത്തെ കേരളത്തിൽ നിന്നാണ് ആദായ നികുതി വകുപ്പ് എത്തിയിരുന്നത് എന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. മാത്രമല്ല കർണാടക ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം സ്റ്റേ ആവശ്യപ്പെട്ട് പോയത് തന്നെ കേരളത്തിൽ നിന്നുള്ള സംഘത്തിന് അവിടെ വന്ന് പരിശോധിക്കാനുള്ള നിയമപരമായ അധികാരമില്ല എന്നാവശ്യപ്പെട്ടായിരുന്നു ആ സ്റ്റേ. അതിന് കുറച്ച് വ്യക്തത കൂടി വരേണ്ടതുണ്ട്. പക്ഷേ സ്റ്റേ അനുവദിക്കപ്പെട്ടുവെന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ആ സ്റ്റേ നീങ്ങിയതിനെ തുടർന്നാണ് വീണ്ടും അവിടെ പരിശോധന തുടങ്ങിയത് ആണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 ദിവസമായി അവിടെ സ്ഥലത്ത് റെയ്ഡ് നടന്നിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ അതിൽ ലഭ്യമായിട്ടില്ല എന്ന് കർണാടക പോലീസ് പറയുകയാണ്. ബാലിസ്റ്റിക് സംഘം അടക്കം സംഭവ സ്ഥലത്തുണ്ട്. അപ്പോൾ എന്തായാലും അക്കാര്യത്തിൽ വളരെ വ്യക്തത വരുന്നു. ഈ ഐ.ടിയുടെ റെയ്ഡ് അവിടെ നടക്കുകയായിരുന്നു. ആ റെയ്ഡിൻ്റെ തുടർച്ചയിലാണ് ഉണ്ടായത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയാണ് എന്നാണ് പറയുന്നത്.
എസ് കെ തുടർന്നു. എസ് കെ പറഞ്ഞു വന്നത് നമ്മുടെ ഫ്ലവേഴ്സുമായിട്ടൊക്കെ പിന്നെ ആ സൗഹൃദം തുടർന്നു അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കർണാടകത്തിലുള്ള ലാൻഡ് മുഴുവൻ കാണിച്ചതിൻ്റെ രഹസ്യം കൊണ്ട് ഞാൻ പറയാം. അദ്ദേഹം അങ്ങനെ സാമ്പത്തികമായി പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഏഷ്യാനെറ്റിൽ ഇരിക്കുന്ന ഒരാൾ ഇതിങ്ങനെ പറയുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെങ്ങാണോ ഇതെങ്ങാണം വരുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചെന്നറിയാം. എന്തായാലും അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു അദ്ദേഹം അന്ന് ചെയ്തതെന്ന് ഞാൻ പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടി ആഷ്മി, നമ്മുടെ ടിക്കറിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്ന ഡോക്ടർ CJ റോയ് എന്നാണ്. അത് അദ്ദേഹത്തിന് എന്നും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ റോയ് CJ എന്ന് കാണിക്കാനാണ്. നമ്മളും അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ റോയ് CJ എന്ന് എന്നെ കൊണ്ട് തന്നെ എഴുതി മാറ്റിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ നമ്മൾ മരണാനന്തരം അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു സുഹൃത്തായിരുന്നു. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. മാത്രമല്ല നമ്മൾ അദ്ദേഹത്തിനെക്കുറിച്ച് കുറേ ഷോർട്ട് റീലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം നല്ല ധനാഢ്യനായിരുന്നു, നല്ല വ്യവസായിയായിരുന്നു, വളരെ കഠിനാധ്വാനിയായ ഒരാളായിരുന്നു. ഗൾഫ് നാടുകളിലൊക്കെ പോയി അദ്ദേഹം ബിസിനസ് ചെയ്തു. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഫ്ലവേഴ്സുമായിട്ട് യോജിച്ച് അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെറ്റ്വർക്ക് വളരുന്നതൊക്കെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ കണ്ട ഒരു നല്ല സുഹൃത്തിൻ്റെ വിരഹമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് 56 വയസ്സ്, എന്നേക്കാൾ ഒരു 10 വയസ്സ് ഡോക്ടർ റോയ് CJക്ക് കുറവാണ് എന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു അധ്യാപകൻ ആയിരുന്ന ഒരാളാണ് ഞാൻ, ഒരു മാഷായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ മാഷെന്ന് വിളിക്കുമ്പോൾ ഞാൻ ചില സമയത്തൊക്കെ അറിയാതെ നിർവൃതി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ആ കുടുംബം, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അവരെക്കുറിച്ചൊക്കെ ഞാൻ അറിയാതെ ഓർമ്മിച്ചു പോകുന്നു. കാര്യം അകാലത്തിൽ ഇങ്ങനെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാലുള്ള ഭാര്യയുടെ വിഷാദം, ആ മക്കളുടെ ദുഃഖം, അതൊക്കെ നമുക്ക് താങ്ങാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ എംപ്ലോയീസ്, അവരുടെ വേദന, ഇതൊക്കെ ഞാൻ അവരുമായിട്ടൊക്കെ ഈ വേദന ഞാൻ പങ്കിടുകയാണ്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ എന്നും ഡോക്ടർ റോയ് CJ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമസ്കാരം. എന്തായാലും ഇന്ന് 1 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു എന്ന വിവരം വരുന്നുണ്ട്. കൂടുതൽ ഫയലുകൾ എടുക്കാൻ മുറിയിലേക്ക് പോയ ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയില്ല. അദ്ദേഹം മുറിക്കുള്ളിൽ കയ്യിലിരുന്ന റിവോൾവർ എടുത്ത് നെഞ്ചിലേക്ക് വെടിയുതിർത്ത് ജീവനൊടുക്കി എന്നുള്ളതാണ്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ മരണം സ്ഥിരീകരിച്ചു എന്നുകൂടി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ പുറത്തേക്കും വരും. ശ്രീ ബൈജു കൊട്ടരക്കര, ഇവിടെ ഒരുപാട് സിനിമയിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ഭാവനയുടെ 90-ാം സിനിമ എന്ന പേരിൽ വരുന്ന അനോമിയിലടക്കം സഹനിർമ്മാതാവായിരുന്നു പറയുന്നുണ്ട്. താങ്കളുമായും വളരെ സിനിമാ മേഖലയിൽ വളരെ അടുപ്പമുള്ള ആളുമായിരുന്നു. ആ വാർത്ത കേൾക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നുണ്ടോ ബൈജു കൊട്ടരക്കര? തീർച്ചയായിട്ടും ഹാഷ്മി, അത് അദ്ദേഹമായിട്ട് ഞാൻ വളരെ അടുത്തൊരു സുഹൃത്തൊന്നുമായിരുന്നില്ല, പക്ഷെ സുഹൃത്തായിരുന്നു. പലതവണ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ ഒരു ഭൂമിയുടെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് പോയിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. പക്ഷെ ഈ സംസാരത്തിലൊക്കെ നേരത്തെ SK എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംസാരത്തിലൊക്കെ വളരെയധികം ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു മനുഷ്യനായിരുന്നു CJ റോയ്. അദ്ദേഹം ഈ സ്വയമേ വെടിവെച്ച് മരിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് അത് വരുന്നത്. കാരണം ED എത്ര പ്രകോപിപ്പിച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ, കാരണം എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പഴയ കാലം എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഒരു സ്വാമി, ഒരു സഞ്ചിക്കകത്ത് കാശുകൊണ്ട് നടക്കുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു, ഒരു ഭൂമി കച്ചവടക്കാരൻ, റിയൽ എസ്റ്റേറ്റുകാരൻ. ആ സ്വാമിയുടെ കൂടെ അസിസ്റ്റന്റായിട്ട് കൂടി അവിടെ നിന്നും ഉയർന്നു വന്ന ഒരു ആളായിരുന്നു ഈ ഡോക്ടർ CJ റോയ്. അവിടെ ഉയർന്നു വന്നു എന്ന് ഞാൻ പറയുമ്പോൾ വളരെ താഴ്ന്ന നിലയിൽ നിന്ന്, അതായത് ഒരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിന്നും ഏതാണ്ട് കോടാനുകോടി രൂപയുടെ ആ സാമ്രാജ്യത്തിനുടമയായി വളർന്നു വന്ന ഡോക്ടർ CJ റോയ് ഇതേപോലെ ഒരു ഇൻകം ടാക്സിന്റെ റെയ്ഡിനകത്ത് ആ റെയ്ഡിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യും എന്ന് നമ്മൾ കരുതുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അങ്ങനെ ഈ ചങ്കുറപ്പില്ലാത്ത അല്ലെങ്കിൽ അത്രയ്ക്കും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളല്ല ഡോക്ടർ റോയ്. കാരണം അദ്ദേഹം നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. ഇപ്പൊ 9,000 കോടി രൂപയൊക്കെ അദ്ദേഹത്തിന്റെ ആസ്തി ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോ ഇൻകം ടാക്സ് കൂടിപ്പോയാൽ എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന് ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ 1000 കോടി ഫൈൻ അടിച്ചേക്കും, അല്ലെ 1500 കോടി ചിലപ്പോൾ ഫൈൻ അടിച്ചേക്കാം. അത് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ആ അളവനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാത്തതിന്റെ അളവനുസരിച്ചായിരിക്കും. പക്ഷേ അത്രയും പണം പോയാൽ പോലും ഇവിടെ വളരെ വ്യക്തമായി വളരെ ശക്തിയോട് തന്നെ ഈ ബിസിനസ് സാമ്രാജ്യത്തിനകത്ത് നിൽക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ കെൽപ്പുള്ള ഒരാളായിരുന്നു CJ റോയ്. പിന്നെ എന്തിനാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഒഴിയാം. അത് സമ്മർദ്ദമായിരുന്നു, EDയുടെ റെയ്ഡിന്റെ സമ്മർദ്ദമായിരുന്നു, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡിന്റെ സമ്മർദ്ദമായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ആ റെയ്ഡിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം എന്റെ അറിവിൽ ഞാൻ അറിയുന്ന ഡോക്ടർ റോയ് ഒരു കാരണവശാലും ഒരു റെയ്ഡിന്റെ സമ്മർദ്ദം കൊണ്ട് ഒരു ആത്മഹത്യ ചെയ്യുന്ന ആളല്ല. അങ്ങനെ ആളാവാൻ സാധ്യതയില്ല. കാരണം
ഇത്രയധികം ബിസിനസ്സുകൾ ദുബൈയിലും അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ പിന്നെ നമ്മുടെ 24 സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെയാണ് കാക്കനാട് താഴെ ഒരു വലിയ പ്രോജക്ട് അവരിപ്പോ അനൗൺസ് ചെയ്തിട്ട് 2 ആഴ്ചയോടെ ആവുന്നുള്ളൂ. അടുത്ത ആഴ്ച കണ്ട അതിന്റെ തറക്കല്ലിടിയിലൊക്കെ വെച്ചിരിക്കുന്നു. വലിയൊരു പ്രോജക്റ്റ് ആണ്. അങ്ങനെയുള്ള ആ പ്രോജക്റ്റുകളും ഒക്കെ ഇങ്ങനെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രോജക്റ്റുകളും ഒക്കെ ദുബൈയിലും ഇന്ത്യയിലും അതേപോലെ തന്നെ അദ്ദേഹം ഇവിടെ ന്യൂസിലൻഡിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്രയധികം ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഇത്രയും കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ഒരാൾ നിസ്സാരം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വരുമ്പോൾ ആ റെയ്ഡിനെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അറിയില്ല. എന്തായാലും അതിന് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ ബൈജു. ഞാൻ രാഹുലിലേക്ക് ഒന്നുകൂടെ സ്കെയിലേക്ക് വരാമേ. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ എന്താണ് ആ കേസിന്റെ ഡീറ്റെയിൽസ്? എന്തുകൊണ്ടാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്, എന്തുകൊണ്ടാണ് ആ സമ്മർദ്ദത്തിലേക്ക് പോയത് എന്നൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ വരട്ടെ. പക്ഷേ എന്താണ് ഒരു കാശുകാരനാവുക എന്നുള്ളത് ഒരു കുറ്റക്കാരനെ പോലെ നമ്മൾ കാണാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വളർത്തി, അതോടൊപ്പം ഒരുപാട് മനുഷ്യരെ കൂടെ ചേർത്ത് നിർത്തി, ഒരുപാട് പേരെ വളർത്തി, ഒരുപാട് കുടുംബത്തിന് അന്നം ഉണ്ടാക്കി കൊടുത്തു, ഒരുപാട് സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കർണാടക സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് കോടികൾ ടാക്സ് കൊടുത്ത് രാജ്യനിർമ്മാണത്തിലൊക്കെ പങ്കാളിയായ ഒരു മനുഷ്യൻ കൂടിയാണ്. അതിനെ അങ്ങനെ കൂടെ കാണണം രാഹുൽ. കറക്റ്റ്, തീർച്ചയായിട്ടും ഹാഷ്മി പറഞ്ഞാണ് കറക്റ്റ്. നേരത്തെ ശ്രീ ബൈജു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ $1 ബില്യൺ ആണ് ഇദ്ദേഹത്തിൻ്റെ അസറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 9,000 കോടിയോ 9,100 കോടിയോ ഒക്കെ ആസ്തിയുള്ളൊരു മനുഷ്യനാണ്. ആ വ്യക്തിയെ പോലും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ED റെയ്ഡോ IT റെയ്ഡോ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ചിന്താവിഷയമാക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് പോലീസ് പോലും ഔദ്യോഗികമായിട്ട് ആ കോണ്ടെക്സ്റ്റ് പറയുകയുണ്ടായി. മാധ്യമങ്ങൾ മാത്രമല്ല, വളരെ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കുന്ന അവിടുത്തെ പോലീസും കൂടി വന്ന് IT റെയ്ഡുകളുടെ കാര്യം സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എത്രമാത്രമാണ് നിയമ സംവിധാനങ്ങളുടെയും നീതിന്യായ സംവിധാനങ്ങളുടെയും ഒരു കോണ്ടെക്സ്റ്റിൽ മിസ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അറിയില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുക എന്ന് നമുക്ക് പലപ്പോഴും അറിയാം. ശ്രീനന്ദാർ സാർ പറഞ്ഞ പോലെ നമ്മളെല്ലാം പല പരിപാടികളും വെച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മലയാളികൾക്ക് പൊതുവെ അഭിമാനമാണ്. ബാംഗ്ലൂരിലടക്കമുള്ള മേഖലയിൽ ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റും ബാക്കി ഒരുപാട് കാര്യങ്ങളിലുള്ള വ്യക്തിയാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേർക്ക് സപ്പോർട്ടായിരുന്നു. പലപ്പോഴും കലാരംഗത്തും മറ്റുമൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുത്ത വ്യക്തിയാണ്. ഡീറ്റെയിൽസ് അറിയണം, നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യരുത്. പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ആഴമേറിയ ഒരു ഇതിലേക്ക് നമ്മൾ പോകണം. അത് ഒന്ന് മനുഷ്യനായതുകൊണ്ടും രണ്ട് മലയാളി ആയതുകൊണ്ടും ഏത് മനുഷ്യനോടും നമുക്കൊരു നീതിബോധമുണ്ട്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ മലയാളികൾക്കും അങ്ങനെയുള്ള ഒരു അഭിമാനമാണ്. രണ്ട്, ദൈവത്തെ ഓർത്ത് നമ്മൾ ഈ വെൽത്ത് ക്രിയേറ്റേഴ്സ്, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റവും നമ്മുടെ നാട്ടിൽ വേണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാകാറില്ല. സമ്പത്ത് ഉണ്ടാക്കുന്നവൻ മോശക്കാരനാണ് എന്ന ധാരണ പണ്ട് നമുക്കുണ്ടായിരുന്നു, ഇന്ന് കുറേയൊക്കെ മാറി വരികയാണ്. അപ്പോൾ ആ സമ്പത്ത് ഉണ്ടാക്കുന്ന വെൽത്ത് ക്രിയേറ്റേഴ്സ്, വെൽത്ത് ജനറേറ്റേഴ്സ് എന്നൊക്കെയാണ് പറയുക, അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു എക്കോസിസ്റ്റവും അവരടക്കമുള്ളവർ ഒരു പക്ഷേ അപമാനഭാരം കൊണ്ടായിരിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന് 1000 കോടി ഫൈൻ അടിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകില്ല. അപമാനഭാരമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം ടാർണിഷ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചായിരിക്കാം. നമ്മുടെ ഏജൻസികൾ, ഞാൻ ഒരു ഏജൻസിയും കുറ്റം പറയുകയല്ല, പക്ഷേ കൺവിക്ഷൻ റേറ്റ് ഒക്കെ പത്തറ്റിക്കലി ലോ ആണ്. ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അടക്കം ലോകസഭയിൽ റിട്ടേൺ റെസ്പോൺസായി പറയുന്ന ചില ഏജൻസികളുടെ കൺവിക്ഷൻ റേറ്റ്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോ ബിസിനസ്സുകാരോ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന റേറ്റുകൾ വളരെ നെഗ്ലിജിബിളി ലോ ആണ്. 1% താഴെയുള്ള കൺവിക്ഷൻ റേറ്റ് പോലും ഉണ്ട്. അപ്പം പലപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സമ്മർദ്ദതന്ത്രമായി ഒരു ബിസിനസ്സുകാരനെ വേട്ടയാടി കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ ഏതെങ്കിലും രീതിയിൽ ഇലക്ടോറൽ ബോൺസിനോ ബാക്കി സംഭാവനകൾ വിരിക്കാനോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ഒരു ED ഉദ്യോഗസ്ഥരുടെ നടപടിയൊക്കെ ഉണ്ട്, നമുക്കറിയില്ല, നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യേണ്ട. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ, എന്താണ് സംഭവിച്ചത് പുറത്തേക്ക് വരട്ടെ. ഞാൻ ശ്രീനാഥ് ചന്ദ്രയിലേക്ക് വന്നു. ശ്രീനാഥ്, എന്തായാലും കർണാടക പോലീസ് സ്ഥിരീകരിക്കുന്നത് ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന അവിടെ നടന്നു. ആ പരിശോധക സംഘം വന്നത് കേരളത്തിൽ നിന്നാണ്. ആ പരിശോധക സംഘത്തിനെതിരെ ഡോക്ടർ റോയി CJ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയി ഒരു ഘട്ടത്തിൽ സ്റ്റേ വാങ്ങുകയും ആ സ്റ്റേയിൽ പറഞ്ഞിരുന്നത് ഈ കേരളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വരാൻ അവകാശമില്ലെന്നും അവരുടെ സീഷറും അവരുടെ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഇല്ലീഗലായി പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ള ഒരു ഹർജിയുടെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതി വെബ്സൈറ്റിൽ തന്നെ ഞാൻ വായിക്കുകയായിരുന്നു. ശ്രീനാഥ്, എന്തായാലും പോലീസ് കുറച്ച് കാര്യങ്ങൾക്ക് സ്ഥിരീകരണം വരുന്നുണ്ട്, കുറേ അധികം കാര്യങ്ങൾ ഇനി അറിയാനുമുണ്ട്. ശ്രീനാഥ്. തീർച്ചയായും ഹാഷ്മി, പൊടുന്നനെയുള്ള ഒരു റെയ്ഡ് ആയിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ നിലവിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം നടന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ റിച്ച്മൗണ്ട് റോഡിലെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ ഈ അന്വേഷണ സംഘം, ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. അവിടെ വിശദമായ വിവരശേഖരണം അവർ നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഉച്ചയ്ക്ക് ശേഷം
CJ റോയ് അങ്ങോട്ട് എത്തുന്നു. അദ്ദേഹത്തെയും ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഫയലുകൾ ഞാനിപ്പോൾ കർണാടകയിലെ ഈ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലവർ പറയുന്നത് കൂടുതൽ രേഖകൾ എടുക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ഓഫീസിൽ പോയി, അതായത് തന്റെ മുറിയിലേക്ക് പോയി. അവിടെ വെച്ചാണ് ഈ വെടിയുതിർത്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ആ തരത്തിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും DCP ആണ് ഇപ്പോൾ ബംഗളൂരു DCP ആണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. വെടിയേറ്റ ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ആദ്യം സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം ഏതാണ്ട് മരിച്ചിരുന്നു എന്നുള്ള വിവരമാണ്. പിന്നീടാണ് നാരായണ ഹോസ്പിറ്റലിലേക്ക്, ഇപ്പോൾ മൃതദേഹമുള്ള ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത് എന്നുള്ള വിവരവുമുണ്ട്. ഏതായാലും നേരത്തെ തന്നെ നിലവിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് അത് ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമപരമായ തർക്കം നിലനിൽക്കുന്ന ഒരു കേസിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നത് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ രാവിലെ ഉദ്യോഗസ്ഥരെത്തി ഉച്ചയ്ക്ക് ശേഷമാണ് CJ റോയ് ഓഫീസിലേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെയും ചോദ്യം ചെയ്തു, 1 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട് ഹാഷ്മി. ഓക്കെ, എന്തായാലും ഞെട്ടിക്കുന്ന വാർത്തയിൽ നമ്മൾ നിൽക്കുകയാണ്. ഡോക്ടർ റോയി CJ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ആ വാർത്ത. അത് ഒരു ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടയിലായിരുന്നു എന്ന് സ്ഥിരീകരണം പറയുന്നത് കർണാടക പോലീസ് തന്നെയാണ്. അവിടെ 2-3 ദിവസങ്ങളായി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കർണാടക പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ, പേര് നമുക്ക് എന്താണെന്ന് നോക്കാം, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അബറ്റ്മെൻറ്റ് സൂയിസൈഡിൻ്റെ കേസ് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നമുക്ക് നോക്കാം എന്നാണ് അവിടെ കർണാടക പോലീസ് പറഞ്ഞത്. കേരളത്തിൽ നിന്നൊരു സംഘമാണ് അങ്ങോട്ടേക്ക് എത്തിയത് എന്ന് പറയുന്നു. SKN തുടരുന്നുണ്ട്. SKN, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകൻ എഴുതുകയായിരുന്നു, സെന്റിന് കോടികൾ വിലയുള്ള ഏക്കർ കണക്കിന് സ്ഥലം സ്വന്തമായുള്ള ആളാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. 12,000 മുതൽ 15,000 കോടി ഒരു ആസ്തിയുടെ കാര്യമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പല പ്രേക്ഷകരും എഴുതുന്നുണ്ട്. അപ്പോൾ നേർക്കുനേർ അദ്ദേഹത്തെ കണ്ട മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധിയുടെ ഏതെങ്കിലും ഒരു ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് വാർത്തയായി പോലും വരേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയുടെ വാർത്തകളോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പേരിൽ കേട്ടിട്ടില്ലെന്ന് മാത്രമല്ല, മലയാളത്തിൻ്റെ ഒരു അഭിമാന ബ്രാൻഡായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മാറുകയുമായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഇതിന് കാരണമാണെന്ന് കരുതുകയേ വയ്യ. SKN. ആഷ്മി, ഇതിനകത്തൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് പോലെ തന്നെ അദ്ദേഹം വളരെ കോൺഫിഡൻ്റായ ഒരാളായിരുന്നു. അതല്ല, അദ്ദേഹത്തിന് ഒരു അസാധാരണമായ ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും എപ്പോഴും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇപ്പം ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായാലും അതൊന്നും അദ്ദേഹത്തിൻ്റെ ലോകമല്ല. കാരണം എനിക്കറിയാവുന്നൊരു കേസ്, അദ്ദേഹത്തിൻ്റെ കർണാടകത്തിൽ നമുക്കറിയാമല്ലോ, ഒരുപാട് ഗാങ് വാറൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ ലാൻഡിൻ്റെ അയലത്ത് അവിടുത്തെ ഒരു വലിയൊരു മാഫിയ കിങ് എന്നൊക്കെ പറയാവുന്ന ഒരാളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അദ്ദേഹത്തോടൊക്കെ ഏറ്റുമുട്ടാൻ സാധാരണ രീതിയിൽ കേരളീയ ബന്ധമുള്ള ഒരാളൊന്നും തയ്യാറാവില്ല അവിടെ. പക്ഷെ എന്നാൽ ധീരമായി അയാളെ നേരിട്ടൊന്ന് മാത്രമല്ല, എപ്പോഴും കയ്യിൽ തോക്കും കൊണ്ടു നടന്ന് 2-3 പേരെ സെക്യൂരിറ്റിക്ക് വെച്ചിട്ട് മാസങ്ങളോളം ഡോക്ടർ റോയി നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ റോയി പ്രതിസന്ധികളെയൊക്കെ കടക്കാനൊക്കെ വല്ലാത്തൊരു മാനസിക ധൈര്യമുള്ള ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമൊക്കെ ചില സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് ഗൾഫ് നാട്ടിലേക്കൊക്കെ അദ്ദേഹം പോയി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ആരംഭിച്ച ശേഷം ബിസിനസ്സിലൊക്കെ അദ്ദേഹം അടിവെച്ച് കയറുന്ന ഒരു സംഭവമായിരുന്നു. കേരളത്തിലുമൊക്കെ വളരെ നന്നായി ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. കർണാടകത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ വ്യവസായങ്ങളൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു ദുബായിൽ. അപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ്സിൽ സാമ്പത്തിക തകർച്ചയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഇല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അദ്ദേഹത്തോട് ഞാൻ ഫോണിലൊക്കെ എൻ്റെ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലെയിൽ അദ്ദേഹം ഈ അടുത്ത കാലം വരികയും ചെയ്തിരുന്നു. അപ്പോൾ അന്നൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ ധീരമായിട്ട്, നമുക്കിപ്പോൾ എപ്പോഴെങ്കിലും ഒരു സ്പോൺസറിങ്ങോ ഒരു ബ്രാൻഡിങ്ങോ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഫോൺ എടുത്ത് വിളിക്കാവുന്ന ഒരാളായിരുന്നു. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ചിലപ്പോൾ കോൺഫിഡൻറ്റ് റോയി സമ്മതിച്ചെന്നവരും. മാത്രമല്ല, നമ്മൾ പരസ്യങ്ങൾ കൊടുത്താലും ആ പരസ്യങ്ങളൊന്നും അദ്ദേഹം ചാനൽ ഇട്ട് തീർക്കത്തുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയുള്ള ആളായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുള്ളത്, ഈ നമ്മുടെ ഈ കേരളത്തിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ പൊതുവേ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ കാര്യങ്ങളും കണക്കുകളുമൊക്കെ ചോദിക്കുമെന്നല്ലാതെ അവർ അനാവശ്യമായി സമ്മർദ്ദത്തിന് ആളുകളെ വിധേയമാക്കാറില്ല. അവരുടെ രീതി അങ്ങനെയാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇൻകം ടാക്സുകാർ കുറച്ചുകൂടെ രൂക്ഷമായി പെരുമാറുമെന്നൊക്കെ പരാതി കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ പൊതുവേ അങ്ങനെയല്ല. പക്ഷേ അവർ കാര്യങ്ങൾ ഡോക്യുമെൻ്റൊക്കെ കൃത്യമായി ചോദിക്കും. അവർ കാര്യങ്ങൾ കൃത്യമായി 5-6 മാസം എടുത്ത് പഠിക്കും. പഠിച്ചതിന് ശേഷമായിരിക്കും അവർ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അക്കൗണ്ടിലുള്ള മറുപടികൾ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു സമ്മർദ്ദം ഉണ്ടായതായി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം പ്രത്യേകിച്ച്
കേരളത്തിലെ ഇൻകം ടാക്സ് ഓഫീസുകൾ പല ആൾക്കാരെയും അതിൻ്റെ തലപ്പത്തുള്ളവരെ നമുക്ക് നേരിട്ട് അറിയാം. അവരൊന്നും അങ്ങനെ സമ്മർദ്ദത്തിന് ആളുകളെ വിധേയമാക്കുന്നവരല്ല. കാരണം അവർക്കൊരു കാര്യം അറിയാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇൻകം ടാക്സ് കിട്ടുന്നത് തന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ നിൽക്കുന്നത് കൊണ്ടും വലിയ ബിസിനസ് മാഗ്നറ്റുകൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടുമാണെന്ന് ശരിക്കും ബോധമുള്ളവരാണ് ഇൻകം ടാക്സിൻ്റെ തലപ്പത്തുള്ളവർ. ഞാൻ അവരെ ഒരുപാട് അനുകൂലിക്കാൻ ശ്രമിക്കുകയല്ല ഞാൻ. അതുകൊണ്ട് അവരിൽ നിന്നൊരു പ്രഷർ ഉണ്ടായിട്ട് ഇദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കണം എന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതേസമയം അദ്ദേഹത്തിന് പിന്നെ വളരെ അഭിമാന ബോധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ചില സമയത്തൊക്കെ അദ്ദേഹത്തിന് ലേശം ദുരഭിമാനം ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അതിനെന്തെങ്കിലും കളങ്കം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അദ്ദേഹം പെട്ടെന്ന് ക്ഷുഭിതനാകുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാനഹാനി ഉണ്ടാകുന്നു ഈ റെയ്ഡ് ആളുകൾ മീഡിയ വഴി പുറത്തേക്ക് അറിയുമ്പോൾ അങ്ങനൊരു മാനനഷ്ടം ഉണ്ടാകുമോ എന്നുള്ള ഭയമോ അങ്ങനെ എന്തെങ്കിലും കാര്യമാണോ? കാരണം നമുക്കറിയാം ഈ മരണം തിരഞ്ഞെടുക്കുന്നതൊക്കെ ഒരു നിമിഷത്തെ ഒരു ദുർചിന്തയിൽ നിന്നായിരിക്കും. നമുക്ക് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ സർവ്വം തകർന്നു, മാനം മൊത്തം പോയി എന്നെങ്ങാനും ചിന്തിച്ച ഒരു നിമിഷമാണോ ഡോക്ടർ റോയ് CJ ഇതിന് തീരുമാനിച്ചു? എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിനെ അടുത്തറിയാവുന്ന അസംഖ്യം ആളുകളുണ്ട് കർണാടകത്തിലും. അദ്ദേഹം ഒരു മലയാളിയാണെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്നതൊക്കെ കർണാടകത്തിലാണ്. അപ്പോൾ ബംഗളൂരു നഗരത്തിൻ്റെ ജീവശ്വാസം പോലെ വളർന്നൊരു സ്ഥാപനമാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വ്യവസായികളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്നെപ്പോലെ ഇത് വളരെ അവിശ്വസനീയമായൊരു വാർത്തയാണ്. ഞാൻ തന്നെ കുറേ സമയമെടുത്തു ഇത് സംഭവിച്ചു കാണും. കാരണം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഓൺലൈൻകാരൻ വെറുതെ നടത്തിയൊരു പ്രസ്താവനയായിരിക്കും ഈ ആത്മഹത്യയും മരണമെന്നായിരുന്നു. പിന്നീടാണ് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചതാണ് എന്നുള്ള വാർത്ത വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഈ നിമിഷവും ഈ കോൺഫിഡൻറ്റ് റോയിയുടെ അദ്ദേഹമായിട്ടുള്ള കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല റോയ് CJ എന്ന് പറയുന്ന ബിസിനസ് മാഗ്നറ്റ് വെടിവെച്ച് മരിക്കും എന്ന്. ഓക്കെ എസ്കെൻ, ആ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അതിൻ്റെ ലോഗോ അതൊക്കെ ഏത് മലയാളിക്കും വളരെ ഹൃദിസ്ഥമായ അല്ലെങ്കിൽ അത്രത്തോളം പരിചിതമായ ഒരു ബ്രാൻഡായിരുന്നു കോൺഫിഡൻറ്റ്. കേവലം 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരൊറ്റ രൂപ കടവില്ലാതെ വിമാനം സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന അതൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ കഠിനാധ്വാനത്തിൻ്റെ വഴിയിലൂടെ അങ്ങനെ വളർന്നു വന്ന മലയാളികൾക്ക് തന്നെ ലോകത്തെവിടെ പോകുമ്പോഴും അഭിമാനം എന്ന നിലയിൽ എടുത്തു കാണിക്കാവുന്ന ഒരു പേര് ഒക്കെ വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ എന്താണ് ആത്മഹത്യയുടെ യഥാർത്ഥ കാരണം എന്ന കാര്യങ്ങളൊക്കെ ഇനി പുറത്തേക്ക് വരട്ടെ. വളരെ പെട്ടെന്ന് തിരികെത്താം, ഷോർട്ട് ബ്രേക്ക്. ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ ആത്മഹത്യക്ക് കേസെടുക്കാൻ കർണാടക പോലീസ്, അശോക് നഗർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. DCPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ജീവനക്കാരുടെയും IT ഉദ്യോഗസ്ഥരുടെയും മൊഴി അവിടെ എടുത്തിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു. ഫോറൻസിക് ബാലിസ്റ്റിക് ടീമുകൾ പരിശോധന നടത്തി കഴിഞ്ഞു എന്നറിയാൻ കഴിയുന്നു. ഈ തോക്ക് അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കാൻ അദ്ദേഹം ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ തോക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അറസ്റ്റ് ചെയ്യുമെന്ന സൂചന ഉണ്ടായിരുന്നു എന്നാണ് ജീവനക്കാരുടെ മൊഴി. 1 മണിക്കൂറോളം ചോദ്യം ചെയ്തുവെന്നും ജീവനക്കാർ പറയുന്നു. ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. ബൈജു കൊട്ടരക്കരയിലേക്ക് ഞാൻ പോകുന്നു. ബൈജു കൊട്ടരക്കര, നേരത്തെ ക്രഡായുടെ അധ്യക്ഷൻ ശ്രീ രഘുനന്ദൻ നായർ പറയുകയായിരുന്നു. പറഞ്ഞാൽ ഈ എന്താണിപ്പോൾ എല്ലാ ബിസിനസ്സുകാരും പൂർണ്ണമായി ക്ലീനാണ് എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതേസമയം തന്നെ അറിഞ്ഞോ അറിയാതെയോ ഈ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ളവർക്ക് ചെറുതായെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചേരുംപടി ചേരായികൾ ഉള്ളതിനെ ആ ഒരു കരുണയോടും ആർദ്രതയോടും കൂടി കാണണം എന്നുകൂടി അദ്ദേഹത്തിൻ്റെ അനുഭവ പശ്ചാത്തലത്തിൽ രഘുനന്ദൻ നായർ പറയുകയായിരുന്നു. അതിലും കഥയുണ്ട് ശ്രീ ബൈജു കൊട്ടരക്കര. അതെ കാശ്മീർ, അതായത് ഈ അദ്ദേഹത്തെ ദുബൈയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ദുബൈയില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളുണ്ട്, ഷെട്ടി എന്ന് പറയും, BR ഷെട്ടി. BR ഷെട്ടി ഇപ്പൊ ദുബൈയിലില്ല. BR ഷെട്ടി ഇപ്പോ കർണാടകയിലേക്ക് അവിടെ നിന്ന് നാടുകടത്തപ്പെട്ടു. നാടുകടത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ബിസിനസ്സുകളെല്ലാം ദുബൈയിൽ നിർത്തിവെച്ചിട്ട് കർണാടകത്തിലേക്ക് ഓടിപ്പോയ ഒരാളാണ്. ഈ ഷെട്ടിയുമായിട്ടൊക്കെ ചേർന്ന് 1-2 പ്രോജക്റ്റുകൾ ഈ റോയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ അറിവ്. കാരണം ഈ ഷെട്ടിയാണ് 1000 കോടി രൂപയ്ക്ക് ഒരു മലയാള സിനിമ നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകുമാർ മേനോനെ കൊണ്ട് ഒരു വലിയ പ്രോജക്റ്റ് ഒക്കെ ഇട്ടതാണ്. പക്ഷെ ആ സിനിമ നടന്നില്ല. പക്ഷെ അതിനെ തുടർന്ന് റോയ് ആ പ്രോജക്റ്റിനകത്തേക്ക് സിനിമയുമായി അല്ലാതെ തന്നെ BR ഷെട്ടിയുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് ബിസിനസ്സുകൾ ദുബൈയിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു പ്രബലമായ ഒരു ജുവലറി ഗ്രൂപ്പ്, ആ ജുവലറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത്ര എന്താ പറയാ സുതാര്യമല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനത്തെ ജുവലറി ഗ്രൂപ്പുമായിട്ടും റോയ്ക്ക് ചില പാർട്ണർഷിപ്പ് ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പല ആളുകൾ വഴിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഏറ്റവും വലിയൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ ഏതാണ്ട് ഒരു 2000-ഓളം ഏക്കർ വരുന്ന KR വിജയുടെ പഴയ ഒരു എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് കോൺഫിഡന്റ് ഒക്കെ അതിൽ ഇടപെട്ടിരുന്നു. അതിപ്പോഴും കേസിന്റെ മേളിൽ കേസും ബോംബെയിലെ ഒരു ഗ്രൂപ്പിന്റെ ഒരു കേസുമായിട്ടൊക്കെ അത് കിടക്കുകയാണ്. ആരും അതിന്റെ ഓണർഷിപ്പ് ഒന്നും ഇല്ലാതെ കോൺഫിഡന്റ് റോയി കൊടുത്ത കുറെ പണം ഏതാണ്ട്
6 കോടി രൂപയോളം എന്തോ അഡ്വാൻസ് കൊടുത്ത ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തതും അതിനകത്ത് കെയർടേക്കറെ വെച്ചതും കോടതിയിൽ കേസ് കിടക്കുന്നതും ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഓരോ ബിസിനസ്സിനും പെട്ടെന്ന് ഒരാൾ വളർന്നു വരുമ്പോൾ ആ ബിസിനസ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ മരണത്തിൽ വളരെയധികം വിഷമമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ പറയാം. അതായത് പെട്ടെന്ന് ഒരാൾ ഒരു ബിസിനസ്സിൽ വളർന്നു വരുമ്പോൾ, നേരത്തെ എസ് കെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ ബാംഗ്ലൂരില് തോക്കുമായിട്ടൊക്കെ റോയി നടന്നൊരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അത്. കാരണം കേരളത്തില് റോയിയെ പോലെ തന്നെ കേരളത്തിൽ നിന്ന് പോയ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു, അതും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അന്ന് മുത്തപ്രായി, ഞാൻ പേര് തന്നെ തുറന്നു പറഞ്ഞേക്കാം, മുത്തപ്രായി എന്ന് പറയുന്ന ഒരു വലിയ ഗുണ്ട ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ഈ മുത്തപ്രായി ആണ് അതിന്റെ നായകൻ. അയാളുടെ തലയാണ് അയാൾ കംപ്ലീറ്റ് ആളുകളെ വരട്ടെ നിർത്തുന്നത്. ഗവൺമെന്റിൽ പോലും വരട്ടാൻ പിന്നെ ശക്തിയുള്ള ഒരാളാണ് ഈ മുത്തപ്രായി. ഈ മുത്തപ്രായിയും അയാളുടെ അനുയായികളും ചേർന്ന് കേരളത്തിൽ നിന്ന് ആരവിടെ ലാൻഡ് വാങ്ങാൻ ചെന്നാലും അവരെ വരട്ടുക, അവരുടെ ലാൻഡ് തിരിച്ചു മേടിക്കുക, പിന്നെ 1 ലക്ഷം രൂപയ്ക്ക് മേടിച്ചാൽ 1 ലക്ഷം നിനക്ക് തിരിച്ചു തന്നേക്കാം, ലാൻഡ് തിരിച്ചു കൊടു എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന ഒരാളുടെ ഏതാണ്ട് 300ഓളം ഏക്കർ ലാൻഡ് അവിടെ അതേമാതിരി പിടിച്ചെടുക്കാൻ ചെന്ന സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായി എനിക്കറിയാം. അപ്പൊ അവരുടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ത്രട്ടൊക്കെ ഈ റോയിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നും, ഇപ്പോഴും മുത്തപ്രായി ഇപ്പൊ ഇല്ല എന്നാണ് എന്റെ അറിവ്. മുത്തപ്രായി മരിച്ചുപോയി എന്ന് പറയുന്നു. അയാളുടെ മകനും അയാളുടെ ആ ഗ്രൂപ്പുകളും ഒക്കെ പക്ഷെ ഇപ്പോഴും സജീവമാണ്. അവരുമായിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകളും അതേപോലെ തന്നെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഒരിക്കലും കൊലപാതകമല്ല. പക്ഷേ ഇതിനകത്ത് ഈ ബിസിനസ്സിൽ വളർന്നു വരുമ്പോ ഏത് രീതിയിലാണ് പണം കൈകാര്യം ചെയ്യുന്നത്, അല്ല ഏത് രീതിയിലാണ് നമുക്ക് വരുമാനം ഉണ്ടാകുന്നത്, കോടാനുകോടി രൂപയുടെ ആസ്തിയൊക്കെ വരുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ ചിലപ്പോൾ രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകളുടെ ബ്ലാക്ക് മണി ഒക്കെ ഉണ്ടാകാം. നിർമ്മാതാവ് സ്റ്റാൻഡണി പെരുമ്പാവൂർ കുറിച്ചിരുന്നു. സ്റ്റാൻഡണി പെരുമ്പാവൂർ വലിയ സങ്കടവും വേദനയും ഞെട്ടലും അവിശ്വാസവും ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യാ വാർത്തയാണ് നമ്മൾ കുറച്ച് മുമ്പ് കേട്ടത്. അതിൽ കുറച്ചുകൂടി എന്താണ് കാരണം എന്ന വ്യക്തത വരേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു ഡോക്ടർ റോയി സിജയുമായുള്ള അങ്ങയുടെ ബന്ധം? സിനിമയിലൊക്കെ പണം നിക്ഷേപിക്കുകയും ഇനി ആ പണം സിനിമ വിജയിച്ചില്ലെങ്കിൽ കൂടിയും ഒരു പാഷൻ സിനിമയോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അല്ലേ സ്റ്റാൻഡണി പെരുമ്പാവൂർ? അദ്ദേഹവുമായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. കാസിനോവ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം നിർമ്മിച്ച സമയം മുതലുള്ള കൂടുതൽ അടുപ്പമാണ്. ജീവിതത്തിനെ വളരെ പോസിറ്റീവായി കാണുകയും നമ്മൾ അദ്ദേഹവുമായി ചെലവഴിക്കുന്ന നിമിഷങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്ത പോലുള്ള ഒരു സന്തോഷങ്ങൾ തന്ന് വിടുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ തന്നെ കുറെ ആശീർവാദ് സിനിമാസിന്റെ കുറെ സിനിമകളിൽ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മളുടെ ഒരു ആദി എന്ന് പറഞ്ഞൊരു സിനിമയിൽ കോൺഫിഡന്റ് റോയ് എന്ന പേരിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുമായിട്ട് അത്ര അടുപ്പമുള്ള ഒരാളായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത്. അപ്പോൾ ജീവിതത്തിന്റെ ഇപ്പൊ എൻ്റെ ജീവിതത്തിന്റെ യാത്രയിലായാലും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സഹായവുമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന പോലെ ഒരു ആളായിരുന്നു. അതുപോലത്തെ ഒരു സൗഹൃദം അദ്ദേഹവുമായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടും എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് 3 ആഴ്ച മുൻപ് കൊച്ചിയിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ബാംഗ്ലൂരിലായാലും ദുബായിലായാലും അദ്ദേഹമുള്ള സമയങ്ങളിൽ എന്നെ വണ്ടി വിട്ട് വിളിപ്പിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോവുകയും വളരെയധികം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു സൗഹൃദമായിരുന്നു, വലിയ ബന്ധമായിരുന്നു. അത് ഇനിയും അതില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കിത് എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ യാത്രയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആളുടെ വേർപാടാണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നന്ദി സ്റ്റാൻഡണി പെരുമ്പാവൂർ. എന്തായാലും ആ അവിശ്വസനീയത കേരളത്തിലുടനീളമുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഞെട്ടൽ, അതിലൊരു പകപ്പ് ഉണ്ട് എന്ന കാര്യം തർക്കമില്ല. ഇപ്പോൾ വരുന്ന വാർത്ത, ഡോക്ടർ റോയി സിയുടെ സംസ്കാരം നാളെയാണ്. കുടുംബാംഗങ്ങൾ വിദേശത്ത് നിന്ന് രാത്രി മടങ്ങിയെത്തും. സംസ്കാരം നാളെ ബംഗളൂരുവിൽ എന്നാണ് മുഹമ്മദ് നാലപ്പാട് ഇപ്പോൾ അറിയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ബൗറിംഗ് ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ബൗറിംഗ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചില ആരോപണങ്ങൾ കൂടി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉന്നയിക്കുന്നത്, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസർ പ്രകാശ് പറയുന്നത് IT ഉദ്യോഗസ്ഥർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയെന്നും റെയ്ഡ് നടത്തിയത് കേരളത്തിൽ നിന്ന് IT ഉദ്യോഗസ്ഥരാണെന്നും IT ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുമെന്ന് സീമന്ത് കുമാർ സിംഗ്, അദ്ദേഹം കർണാടക പോലീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഇതിൻ്റെ പോസ്റ്റ് അല്പസമയത്തിനകം പറയാൻ കഴിയും. എന്തായാലും ആ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. SKനിലേക്ക് ഒന്നുകൂടെ പോകുന്നു. SKN, നമ്മൾ എപ്പോഴും ഒരു ആത്മഹത്യാ വാർത്ത വരുമ്പോൾ എപ്പോഴും പറയുന്നതാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ള കാര്യം. തല പോയാലും ആ വഴിയെപ്പറ്റി ആലോചിക്കരുത് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളതാണ്. അതുകൂടി ഒരിക്കൽ കൂടി ഉറച്ചു പറയേണ്ട സമയം കൂടിയാണെന്ന് തോന്നുന്നു SK. തീർച്ചയായിട്ടും ആഷ്മി, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു അറസ്റ്റിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ പോലും
യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ലീഗൽ അഡ്വൈസേഴ്സും ഒക്കെ ഉള്ള ഒരാളാണ്. മാത്രമല്ല ഇങ്ങനൊരു വലിയ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഇത്തരം ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ആളിന് ഇങ്ങനെയുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസും ചിലപ്പോൾ വല്ല അറസ്റ്റോ ജയിൽവാസോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഈ കാലത്ത്. കാര്യം ഡിജിറ്റൽ ലോകത്ത് ഒന്നും നമുക്ക് മറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ അതാണോ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്? എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇതുപോലെ ടെൻഷൻ അനുഭവിക്കുന്ന ബിസിനസ്സുകാരൊക്കെ തന്നെ പിന്നീട് അവരുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കണം. ഞാനിപ്പോഴും എൻ്റെ ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കാണാനായിട്ട് ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം തന്നു. കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ പരിചയപ്പെടുത്തി. അവരൊന്നിച്ച് ഫാമിലിയുടെ കൂടെ ചേർന്നാണ് ഞാനും അദ്ദേഹവും ഭക്ഷണം കഴിച്ചത്. അപ്പം ഇദ്ദേഹം സ്വയം വെടിവെച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ദുബായിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമാണ് ആലോചിച്ചത്. ആ 2 കുട്ടികൾ വളർന്നു വരികയാണ്. ഭാര്യയ്ക്ക് ഇത് താങ്ങാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് 56 വയസ്സേ പ്രായമുള്ളൂ. എന്നേക്കാൾ ഒരു 8-10 വയസ്സ് കുറവുള്ള ഒരു മനുഷ്യനാണ് ഈ കോൺഫിഡൻറ്റ് റോയ് CJ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത നിമിഷത്തിലാണോ ഇനി മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിലുണ്ടോ? കാരണം ഈ ബൈജു കൊട്ടാരക്കര പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ തന്നെ വെല്ലുവിളി ഉയർത്തിയ കുറേ ആളുകൾ ഈ ബാംഗ്ലൂരിലുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ചിലപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ തമാശയോടെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം മുത്തപ്പറായി എന്നൊക്കെ പറഞ്ഞില്ലേ, അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ചിലപ്പോഴൊക്കെ അദ്ദേഹം ഒരു സിനിമാ കഥ പറയുന്ന പോലെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മോഹൻലാൽ പോലെയുള്ള സിനിമാ താരങ്ങളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു, ആൻ്റണി പെരുമ്പാവൂറും ഒക്കെ ആയിട്ട്. അപ്പം പിന്നെ സിനിമകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ലഹരി ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു. സിനിമാ ലോകത്തേക്ക് പൂർണ്ണ സമയം കടക്കാനുള്ള പരിപാടി ഉണ്ടോ എന്ന് ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ അത് ആൻ്റണി പെരുമ്പാവൂറുണ്ടല്ലോ എന്ന് അദ്ദേഹം അന്ന് മറുപടിയും പറഞ്ഞു. ആൻ്റണിയൊക്കെ ചെയ്യട്ടെ എന്നാണ്. എന്നാൽ പല സിനിമകളിലും അവരോടൊപ്പം തന്നെ ഒരു പങ്കാളിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയും ഒക്കെ അത് ഇഷ്ടപ്പെട്ട സംഭവമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ഒരു വിയോഗം, ഈ അപ്രതീക്ഷിതമായ വിയോഗം താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സങ്കടമായി. ഓക്കെ സ്കേൻ, വലിയ സങ്കടം അത് മലയാളത്തിലുടനീളം കേരളത്തിലുടനീളം ഉണ്ട്. കേരളത്തിൻ്റെ തന്നെ വ്യവസായ അഭിമാനമായ ഒരു വ്യക്തിത്വമാണ് സ്വയം വെടിവെച്ച് മരിച്ചത്. ആദായ നികുതി വകുപ്പ് പരിശോധനയ്ക്കിടയിലായിരുന്നു ആ ദാരുണ സംഭവം എന്നറിയാൻ കഴിയുന്നു. 3 ആഴ്ച മുൻപ് കോൺഫിഡൻ്റ് അടക്കമുള്ള 4 ബിൽഡേഴ്സിൽ പരിശോധന നടത്തി. അന്ന് വിശദമായി പരിശോധിക്കാനായി കുറേയധികം രേഖകൾ ഒരു മുറിയിൽ വെച്ച് പൂട്ടി സീൽ ചെയ്തു. അത് തുറന്ന് പരിശോധിക്കുകയായിരുന്നു IT ഉദ്യോഗസ്ഥർ എന്നും കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നു. ഡോക്ടർ റോയി CJയുടെ മരണം 3/15-നാണ് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു ആ പരിശോധന, എന്താണ് അത്ര വലിയ ഒരു സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള കാരണം എന്നൊക്കെ വ്യക്തമാവട്ടെ. എന്തായാലും ഡോക്ടർ റോയി CJയ്ക്ക് ആദരാഞ്ജലികൾ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. പ്രിയ പ്രേക്ഷകർക്ക് പിന്നെ കാണാം.